അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നൂറെ ഹബീബ് തങ്ങളുടെ വീട്ടിൽ വളരെ വിപുലമായിട്ടുള്ളൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചതിൻ്റെ കാഴ്ചകൾ സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 75ഓളം നിർധനരായ യതീമുകളായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിന്മാരെയും മറ്റു കമ്മിറ്റിക്കാരെയും എല്ലാം ക്ഷണിച്ചിട്ടുള്ളൊരു ചർച്ചയായിരുന്നത്. അൽഹംദുലില്ലാഹ് അത് റാഹത്തിലായി പൂർത്തിയാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ വളരെ മനസ്സ് കുളിർക്കുന്ന മറ്റൊരു കാഴ്ചയും കാണാനിടയായി. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് അവിടെ നൂറെ ഹബീബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ നൂറെ ഹബീബ് മജ്ലിസിൻ്റെ ആ ഒരു സ്വലാത്തുൽ ഫാത്തിഹയുടെ മഹത്വം കൊണ്ട് വളരെ വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ടായിരുന്നു. അഥവാ പാവപ്പെട്ട കുറേ പെൺകുട്ടികളുടെ വിവാഹം അവിടെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അവരെയെല്ലാം അദ്ദേഹം തങ്ങൾ വീട്ടിലേക്ക് ക്ഷണിച്ച് അവർക്കുള്ള ഭക്ഷണമെല്ലാം ഒരുക്കി കൊടുത്തിട്ടുള്ളൊരു സൽക്കാരവും അവിടെ നടക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ് വളരെ വിപുലമായ രൂപത്തിൽ നടന്ന പരിപാടികൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്നും നമ്മൾ രാവിലെ അദ്ദേഹത്തിൻ്റെ ലൈവ് കാണുമ്പോഴും മറ്റുള്ള കാര്യങ്ങളിലൂടെ ചിന്തിക്കുമ്പോഴെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹാമിദ് ആറ്റപ്പോയത്തങ്ങൾ. വിമർശനങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നുണ്ടെങ്കിലും അതിലൊന്നും തളരാതെ നല്ല രൂപത്തിൽ ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഈ തങ്ങളും അവരുടെ ആ ഒരു സംഘവും നൂറെ ഹബീബ് ഫാമിലി എന്ന് പറയാം, ആ ഫാമിലിയും ചെയ്യുന്നതിൻ്റെ സമാനമായ 1% കാര്യമെങ്കിലും പറയുന്നവരാണോ ഈ വിമർശിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നോർമലി ഏതൊരു വിഷയത്തിനും വിമർശകരുണ്ടാവാറുണ്ട്. അതും ഈ പറയുന്ന പോലെ തന്നെ ആ ഏത് വ്യക്തിയാണോ വിമർശിക്കപ്പെടുന്ന വ്യക്തി, ആ വ്യക്തി ചെയ്യുന്നതിൻ്റെ 1% പോലും ചെയ്യാൻ കഴിവില്ലാത്തവർ, അത് ചെയ്യുന്നതിനെ പരിഹസിക്കുന്നവരെല്ലാം ആ രൂപത്തിലുള്ളവരായിട്ടാണ് സാധാരണ കാണാറുള്ളത്. അതാണ് ഇവിടെയും ഉള്ളത്. മറ്റു ചിലർക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന പലതും നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടാവാം വീണ്ടും പിന്നാലെ വന്ന് എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളെയും അഥവാ ഈ എതിർക്കുന്ന ആളുകളെ പരിഗണിക്കാതെ തൻ്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തങ്ങളും ആ ഒരു സംഘവും ശ്രദ്ധ പുലർത്തുന്നതിനാൽ തന്നെ അവരുടെ കാര്യങ്ങൾ വിജയകരമായി മുന്നോട്ട് പോകുന്നു. പഴമക്കാർ പറയുന്നത് പോലെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അതിൻ്റെ വിജയം കണ്ടിട്ടേ പിന്നെ അടങ്ങാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സംഭവം വളരെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മളെ എതിർക്കാനും നമ്മളെ അനുകൂലിക്കാനും നമ്മളതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമെല്ലാം കാര്യങ്ങൾ പറയാൻ പ്രോത്സാഹനത്തിന് ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ അയൽക്കാരാകാം, നമ്മളെ നാട്ടുകാരാകാം, നമ്മളെ മറ്റുള്ള ആരിലായിരിക്കാം. നമ്മളെ ഏറ്റവും അടുത്ത ആളുകളും ഇതിനെ എതിർക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് എതിർക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാം. അതേപോലെ മറ്റു ചിലർ നമ്മുടെ വിജയം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇത് എതിർക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ളതാകാം. പക്ഷെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആരൊക്കെ നമ്മൾ എതിർക്കുന്നുണ്ട്, ഇത്ര ആൾക്കാർ നമ്മൾ എതിർക്കുന്നു, നമ്മളിനി അത് ചെയ്യുന്നില്ല എന്ന രൂപത്തിലല്ല. നമ്മൾ ആരൊക്കെ എതിർത്താലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ്. നമ്മൾ ആരുടെയും കളിപ്പാവയാകാൻ വേണ്ടിയല്ല നമ്മളെ ശ്രമങ്ങൾ നടത്തുന്നത് എന്ന തിരിച്ചറിവിലൂടെയാണ് മനുഷ്യൻ്റെ വിജയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നൂറെ ഹബീബ് കഴിഞ്ഞ വർഷങ്ങളിൽ തുടങ്ങിയത് മുതൽ ഇവിടെ നിലകൊണ്ടിരിക്കുന്ന എല്ലാ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന്, സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ കിടക്കുന്ന ആരും ആശ്രയിക്കാനില്ലാതെ കിടക്കുന്ന ആളുകൾക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മജ്ലിസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിജയ രഹസ്യം നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ മുന്നൊരു വീഡിയോയിൽ ചെറിയൊരു സൂചന നൽകിയിട്ടുള്ളതാണ്. നോർമലി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നവർക്കെല്ലാം അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടുകയും ചെയ്യും. കാരണം യതീം കുട്ടികളെ പരിപാലിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹിയും പറഞ്ഞ ആ വാഗ്ദാനങ്ങളെല്ലാം
നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ യത്തീമുകളെ സംരക്ഷിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളൊരു സുന്നത്താണ് നിക്കാഹ് കഴിക്കുക, വിവാഹം കഴിക്കുക എന്നുള്ളത്. അതിന് കഴിയാത്തവരെ അതിന് കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചു കൊണ്ടുവരുന്നൊരു സമ്പ്രദായം, കഴിയുന്ന രൂപത്തിൽ ആ ഒരു സംഘം നൂറെ ഹബീബിൻ്റെ കുടുംബം അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ വലിയൊരു തെളിവാണ്. അതുകൊണ്ട് തന്നെ ഈ മജ്‌ലിസുകൾ ഇനിയും മുന്നോട്ട് പോകട്ടെ, ജനങ്ങൾക്കിടയിൽ നന്മ പടർത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂട്ടത്തിൽ കുറച്ചു മുമ്പ് ഈ ഹമീദ് തങ്ങളുടെ പേരിൽ പല വിവാദങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പല ഖുർആനോത്തിൻ്റെ ഒരു വിഷയം, അതേപോലെ തന്നെ ഖബറിങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാം അത് ഏത് രൂപത്തിലാണെന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി തനിക്കറിയാവുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മാത്രമാണ് തങ്ങളിപ്പോൾ പറയുന്നത് എന്നുള്ളത് ഒരു ഇമ്പ്രൂവ്മെൻ്റ് കൂടിയാണ്. കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളുടെ അറിവിനനുസരിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു പോയിൻ്റാണ്. പ്രത്യേകിച്ച് അത്രയും അറിയപ്പെട്ട ആൾക്കാരാകുമ്പോൾ ഇപ്പോൾ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എനിക്ക് അറിവില്ല, ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത്. അത് കറക്റ്റാണ്. പക്ഷേ എന്തുകൊണ്ട് അറിയാത്ത ഒരാളിലേക്ക് ഇങ്ങനത്തെ ഒരു നേതൃത്വം എത്തി എന്നുള്ളത് അത് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഒരു അത്ഭുതമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഏതായാലും ഈ പാലക്കാടിലെ കൊടക്കല്ലിൽ എന്താണ് നടക്കുന്നത്, നൂറെ ഹബീബ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവർ നടത്തുന്ന പരിപാടികളൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ്, അവർ കോടികൾ പിരിച്ചെടുക്കുകയാണ് എന്നിട്ട് പറ്റിക്കുകയാണ് എന്നുള്ള രൂപത്തിൽ അത് ഒളിഞ്ഞു നോക്കാൻ, അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കുമ്പോൾ അത് ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അഥവാ അതിൻ്റെ തകർച്ച പ്രതീക്ഷിച്ചു മാത്രം പല യൂട്യൂബ് ചാനലും കാണുകയുണ്ടായി, ഒരു ന്യൂസ് ചാനലിൽ വരെ കാണുകയുണ്ടായി. നൂറെ ഹബീബ് ഉടൻ തന്നെ നിർത്തിവെക്കാൻ സാധ്യതയുണ്ട്, കോടികൾ പിരിച്ച് യത്തീങ്ങൾ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പലതും കാണുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തായാലും കാരണം നല്ല രൂപത്തിൽ പോകുന്നൊരു മജ്‌ലിസ് ഏത് വിധേനയും തകർക്കാൻ ഇബ്ലീസ് മുന്നിട്ടിറങ്ങും. അത് പല രൂപത്തിലാകാം, പല പേരിലാകാം, പല ഭാവത്തിലാകാം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പിശാചുക്കളിൽ നിന്നും അത്തരം ശത്രുക്കളിൽ നിന്നെല്ലാം നമ്മളെ എല്ലാവരെയും വിജയിപ്പിക്കുമാറാവട്ടെ, രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.